ഇപ്പോൾ പാർവതി തെരുവോത്ത് അമ്മയിൽ നിന്ന് രാജിവെച്ചു. എന്താണെന്നറിയാമോ? ഇടവേള ബാബു ഒരു ടി വിയിലിരുന്ന് ഒരു കമൻറ്റ് പറഞ്ഞു, മോഹൻലാൽ എന്നെ ഒതുക്കിയതൊന്നുമല്ല, അങ്ങേര് വലിയ നടനാണ്, അതിൻ്റെ കൂടെ വെറുതെ ഒരു തല്ലിപ്പൊളിയെ പിടിച്ച് അങ്ങേരുടെ അന്തസ്സിനല്ലേ കുറവ്. ഭാവനയെ ക്ഷണിക്കുന്നു, അവരെ ക്ഷണിക്കുന്നു, പാർവതിയെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കാസ്റ്റിംഗ് കൗച്ച് തടയാൻ ഒരു സംഘടനയ്ക്ക് സാധിക്കില്ല. അമ്മ സന്തോഷമായിട്ട് ഒരു ക്ലബ്ബായിട്ട് പ്രവർത്തിക്കുന്ന വെൽഫെയർ മാത്രം നോക്കുക. വേണ്ടാത്ത വിവാദങ്ങളിലൊന്നും അമ്മ പോയി തലയിടേണ്ട കാര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സ്ത്രീകൾ വല്ലാത്ത പ്രതിസന്ധിയും പീഡനങ്ങളും മലയാള സിനിമയിലും നേരിടുന്നു എന്നൊക്കെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞ ഒരു ഭാഗം. ഇപ്പോൾ മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് മുഴുവൻ സ്ത്രീകൾ വന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ഇവരൊക്കെ വനിതകളാണ്, നടിമാരാണ്. അവർ പുരുഷന്മാരെ പരാജയപ്പെടുത്തിയാണ് അമ്മ നേതൃത്വം പിടിച്ചെടുത്തത്. ഇത് മലയാള സിനിമയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ബേസിക് ഈ അമ്മ എന്ന സംഘടനയുടെ കൺസെപ്റ്റ് പലപ്പോഴും മാധ്യമങ്ങളുമൊക്കെ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു. അമ്മ ഒരു ക്ലബ്ബാണ്, ട്രേഡ് യൂണിയൻ പോലും അല്ല. ട്രേഡ് യൂണിയനൊന്നുമില്ല, ഒരു വേണമെങ്കിൽ വെൽഫെയർ ക്ലബ് എന്ന് അല്പം കടത്തി പറയാം. അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, പലവിധ കഷ്ടതകളും സംഗതിയൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ വയസ്സായി, ചിലർക്ക് പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ സിനിമയിൽ നിന്ന് പുറത്തായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അവർക്ക് അമ്മയുടെ കൈനീട്ടം എന്നൊക്കെ പറഞ്ഞൊരു തുക കൊടുക്കുക. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലബ്ബാണ്. അല്ലാതെ അത് സ്ത്രീ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക, രാജ്യത്ത് സോഷ്യലിസം നടപ്പിലാക്കുക, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുക, ഭരണഘടന കക്ഷത്തിൽ വയ്ക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയ സംഘടനയല്ല. അപ്പോൾ അനാവശ്യമായിട്ട് അതിനൊരു ഹൈപ്പ് കൊടുത്തിട്ട്, ഹൈപ്പ് അതിന് കിട്ടും, മീഡിയ പ്രാധാന്യം, കാരണം സെലിബ്രിറ്റീസ് ആയിരുന്നു. ബട്ട് ആ സംഘടന ആസ് സച്ച് ഈ ദുനിയാവ് മുഴുവൻ നന്നാക്കുന്ന ചുമതല അവരുടെയാണെന്നുള്ള മട്ടിൽ എല്ലാവരും അങ്ങ് പെരുമാറി. അവരിൽ തന്നെ കുറച്ച് പേര് വിശ്വസിച്ചു, ഞങ്ങൾ ഈ ലോകം നന്നാക്കാൻ പോവാണ്. ലോകമൊന്നും അങ്ങനെ നന്നാക്കാൻ പറ്റുന്ന കേസൊന്നുമല്ല. ഇതറിയാവുന്ന ആൾക്കാർ അമ്മയിൽ തന്നെയുണ്ട്. അവർ ശരി, സ്ത്രീകളാണ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു നേതൃത്വം വന്നിരിക്കുന്നു. അല്ലാതെ സിനിമാ രംഗത്ത് എന്ത് വ്യത്യാസം വരാനാണ്? അല്ല, ഈ പുരുഷ മേധാവിത്വം, ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. പുരുഷ മേധാവിത്വം ഉള്ള ഒരു മേഖലയാണ് സിനിമ. നടന്മാർക്കുള്ള പ്രതിഫലം, നായകനുള്ള പ്രതിഫലത്തിൻ്റെ 10% പോലും ഒരു നായിക നടിക്ക് കിട്ടുന്നില്ല. നായിക എന്നാണ് പറയേണ്ടത്, നടിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട്, മാത്രമല്ല അവർ ഒരുപാട് കോംപ്രമൈസുകൾക്ക് തയ്യാറാവണം എന്നൊക്കെ നിരന്തരം പറയുന്നുണ്ട്. സത്യവുമാണ്, നമ്മൾ കേട്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ തലപ്പത്തേക്ക് മത്സരിച്ച് ജയിച്ചാണ് ഇവർ വന്നിരിക്കുന്നത്. അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കുമോ? അവരെ പ്രവർത്തിക്കാൻ ആരും തടസ്സമൊന്നും പറയില്ല. ബട്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് തടയാൻ ഒരു സംഘടനയ്ക്ക് സാധിക്കില്ല, പോലീസിന് സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. വ്യക്തികൾ തന്നെ തീരുമാനിക്കണം. അത് അവനവൻ്റെ സംസ്കാരമാണ്. ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ സിനിമ പിടിക്കാൻ പോകുന്നു, കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ സിനിമ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവരുന്നു, കാസ്റ്റിംഗ് കൗച്ചിന് ഞാനും തയ്യാറാവുന്നു, പെൺകുട്ടിയും തയ്യാറാവുന്നു. ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പെൺകുട്ടി പിൽക്കാലത്ത് 5-6 വർഷം കൊണ്ട് വലിയ നടിയായിട്ട് മാറുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞാൻ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയയായി. ഇത് ചെയ്യും, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ഒരു പേഴ്സണൽ തീരുമാനമാണല്ലോ. കാസ്റ്റിംഗ് കൗച്ച് ബലം പ്രയോഗിച്ച് നടക്കുന്നുണ്ട്, ട്രാപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്, സമ്മതിച്ചും ഉഭയസമ്മതപ്രകാരവും നടക്കുന്നുണ്ട്. ഇതിന് ഒരു സംഘടനയ്ക്ക് എങ്ങനെ തടയാൻ പറ്റും? തടയാനും പറ്റില്ല. അതുപോലെ ഈ റോള് കൊടുക്കുക, ഇതിനു മുമ്പ് ഞാൻ സുനിലിനോട് പറഞ്ഞിട്ടില്ല. മോഹൻലാലിനെ വെച്ചിട്ട് സുനിൽ ഒരു സിനിമ തീരുമാനിക്കുന്നു. മോഹൻലാലിൻ്റെ കൂടെ ഒരു കഥാപാത്രം, തിരക്കഥയൊക്കെ നോക്കുമ്പോൾ ഈ റോളാർക്ക, ഇത് മോഹൻദാസ്. ഏത് മോഹൻദാസ്? അല്ലാതെ അവിടെ എറണാകുളത്തൊക്കെയുള്ള പാവമാണ്. ആ പാവം ഒരുപാട് പേരൊക്കെ, ഇതൊന്നും പറ്റുമൊന്നുമില്ല. ഇത് സിദ്ദിഖിന് അല്ലെങ്കിൽ മുകേഷിന് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. സുനിൽ എന്ത് ചെയ്യും?
ഒരു ഓപ്ഷനും ഇല്ല. എന്നെ ഇപ്പോൾ സിനിമയിൽ ചേട്ടാ അത് നടക്കില്ല ചേട്ടാ, അയ്യോ അതെന്ത് പരിപാടി, അല്ല അത് പുള്ളി സമ്മതിക്കണില്ല പോയി. ഞാൻ ഉടനെ പത്രസമ്മേളനം മോഹൻലാൽ എന്നെ ഒതുക്കിയതൊന്നുമല്ല, അങ്ങേര് വലിയ നടനാണ്, അതിൻ്റെ കൂടെ വെറുതെ ഒരു തല്ലിപ്പൊളിയെ പിടിച്ച് അങ്ങേരുടെ അന്തസ്സിനല്ലേ കുറവ്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾക്കൊന്നും ഒരു സംഘടനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സംഘടനയുടെ ഒന്നാമത് അമ്മയുടെ മാൻഡേറ്റ് തന്നെ വളരെ ബെനൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, പെൻഷൻ കൊടുക്കുക, ആരെങ്കിലും സഹായിക്കുക, അത് ചെയ്യുക. അല്ലാതെ സിന്ദാബാദ് വിളിക്കുന്ന ഒരു സംഘടനയല്ല അത്. അവർ സിന്ദാബാദ് വിളിച്ച് എന്ത് ചെയ്യാൻ പോകുക? അല്ലേ, അമ്മയുടെ നേതാക്കന്മാർ ഇപ്പോൾ പുതിയ ഭാരവാഹികൾ വന്നപ്പോൾ പിണങ്ങിപ്പോയ കുറച്ച് പേരുണ്ടല്ലോ. WCCയിൽ ഉള്ള ആളുകൾ ഒക്കെ തിരിച്ചു വരൂ, ഭാവനയെ ക്ഷണിക്കുന്നു, അവരെ ക്ഷണിക്കുന്നു, പാർവതിയെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ആയിക്കോട്ടെ, ഇതൊക്കെ ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ കൊണ്ടൊക്കെ മാറി നിന്നവരും രാജിവെച്ചവരും പിടിച്ചവരും ഒക്കെയാണ്. അവർ തിരിച്ചു വന്നോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും ഈ സിനിമാ രംഗത്തെ ദുഷ്പ്രവണതകളെ തടയുന്ന ആക്ടിവിറ്റി ഒന്നും അല്ലല്ലോ. ഒരാൾ ക്ലബിൽ നിന്ന് വഴക്കിട്ട് ഞാൻ ഇനിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ എടോ പഴയ ആൾക്കാരൊക്കെ മാറി, മാറിയോ എന്നാൽ ഞാൻ വരാം. ഇതും ഈ സിനിമയിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഒരാൾ യോഗത്തിന് വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ വരുന്നില്ല, വീണ്ടും വരാൻ പോകും, ഫൈൻ, നല്ല കാര്യം. ബട്ട് ഇതൊന്നും സിനിമയിലെ ദുഷ്പ്രവണതകളെ തടയാനായിട്ട് ഉള്ള കാരണങ്ങളാവുന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ ഡോണ്ട് ഹാവ് എനി ടൂൾ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഫൈനലി സംഭവിച്ചത് സുനിൽ നോക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി കൊടുത്ത ആൾക്കാരെ പേരിൽ കേസെടുക്കുക, അത് കോഗ്നൈസബിൾ ഒഫൻസാണ്. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന സ്ഥിതിക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുപ്പിച്ചു. കേസെടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പരാതിക്കാർ തന്നെ പറഞ്ഞു ഞങ്ങളില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളില്ല. സുപ്രീം കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തു. ഞങ്ങളിത് കേസെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും ശിക്ഷിക്കാനോ ഒന്നുമല്ല. ദിസ് ഈസ് ഓൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഫിലിം വേൾഡ്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമെങ്കിലും 3 പേരുടെ 3 റിപ്പോർട്ടാണ്. അതെ, അതിൽ ശാരദയുടെ റിപ്പോർട്ട് നോക്കാം. ശാരദ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പണ്ടും ഇതുണ്ടായിരുന്നു. ഒരു നിസ്സഹായാവസ്ഥയാണത്. വാട്ട് വിൽ യു ഡു? നിങ്ങൾക്കൊരു സംഘടനയെ വെച്ച് തടയാൻ പറ്റില്ല. ബേസിക്കലി സംസ്കാരമുള്ള മനുഷ്യരായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ബലം പ്രയോഗിച്ചൊന്നും ചെയ്യാം. ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് അഭിനയിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടാണ് സിനിമ. അപ്പോൾ അതിൽ ഈ ആരെങ്കിലുമൊക്കെ നമ്മൾ തെറ്റായ വഴി എന്ന് വിചാരിക്കുന്ന, ആ വഴി തെറ്റാണോ ഇല്ലെന്നൊക്കെ അവരെ തീരുമാനിക്കുന്നു. അതെ, നമ്മൾ തെറ്റായ അവർ പോയി, അത് അവരുടെ ഇഷ്ടം. ഇത് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പരാതിയാകുന്നു. പരാതിയാകുമ്പോൾ ഇയാൾ കുറ്റക്കാരനാകുന്നു, അതൊരു വാർത്തയാകുന്നു, ബഹളമാകുന്നു. അത് 4-5 ദിവസം കഴിയുമ്പോൾ പോകും. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ ജാതി സംഗതികളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട് എന്ന് കമ്മീഷനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഭവം പറഞ്ഞത്, അല്ലാതെ കേസിനല്ല. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ഫർദർ കേസുകളൊന്നും ഉണ്ടായില്ല. ആദ്യം ഉണ്ടായ 1-2 എണ്ണം കുറച്ച് ബഹളം ഉണ്ടായി, വേറെ ഒന്നും ചെയ്തില്ല. അത് ഞാനിപ്പോഴും പറയുന്നത് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതല്ല. ഒരു സംഘടനയിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് ആവുകയുമില്ല. സദാചാരം നടപ്പിലാക്കാനായിട്ടൊരു സംഘടന ഉണ്ടാക്കി എങ്ങനെ നിങ്ങൾ നടപ്പിലാക്കും? അടച്ചിട്ട മുറിക്കുള്ളിൽ സദാചാരം നിങ്ങളുടെ നടക്കുമോ? യു കനോട്ട്. ഇപ്പോൾ വെറുതെ അങ്ങ് പറയും ഞങ്ങൾ അങ്ങ് ഭൂമി കീഴ്മേൽ മറിക്കാൻ പോവുകയാണെന്നൊക്കെ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. അമ്മ സന്തോഷമായിട്ട് ഒരു ക്ലബ്ബായിട്ട് പ്രവർത്തിക്കുന്ന വെൽഫെയർ മാത്രം നോക്കുക. വേണ്ടാത്ത വിവാദങ്ങളിലൊന്നും അമ്മ പോയി തലയിടേണ്ട കാര്യമില്ല. ഒരു നടന് ഒരു ക്രിമിനൽ കേസുണ്ട്, ഒരു നടിക്കൊരു ക്രിമിനൽ കേസുണ്ട്, അത് അമ്മയുടെ ക്രിമിനൽ കേസാക്കി മാറ്റരുത്. നമ്മളൊക്കെ പലവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. ആ സ്ഥാപനത്തിലെ ഒരാൾ ഒരു ക്രിമിനൽ കേസിൽ പെട്ടു എന്ന് വിചാരിച്ച് സ്ഥാപനം അയാളുടെ പിന്നാലെ പോകാറുണ്ട്. അയാളുടെ കേസ് അയാൾ ഫൈറ്റ് ചെയ്യും. ഉണ്ടല്ലോ, സിദ്ദീഖ് കാപ്പൻ്റെ കേസിൽ KUWJ കേസ് നടത്താൻ പോയില്ല. അതുകൊണ്ടാണ് KUWJക്ക് ഇല്ലാത്ത. ഇപ്പോൾ KUWJ എവിടെ നിൽക്കുന്നു? KUWJ അന്തഛിദ്രം കൊണ്ട് തകർന്നു നിൽക്കുകയല്ലേ. മുഴുവൻ ജപ്തി നോട്ടീസും സംഗതിയൊക്കെ അത് അവരുടെ തന്നെ മക്കളാണ് ചാനലിലുള്ളതുകൊണ്ട് ആ വാർത്ത പുറത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. ഞാനതെല്ലാം ശേഖരിക്കുന്നുണ്ട്. KUWJക്കെതിരെ
വിജിലൻസ് അന്വേഷണം, മറ്റേ ജപ്തി ചെയ്യാനുള്ള നോട്ടീസ്, അത് ഇതൊക്കെ ആയിട്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നു. ഇത് ഈ വേണ്ടാതിനത്തിനൊക്കെ പോയിട്ടാണ്. അല്ലാതെ ഒരു തൊഴിലാളി യൂണിയൻ എന്നുള്ള നിലയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അതും സാധാരണ തൊഴിലാളി യൂണിയൻ അല്ല KWJ. കച്ചറയുണ്ടാക്കുന്ന 10 പൈസയ്ക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന അങ്ങനത്തെ പ്രവൃത്തിയാകരുത്. അതാണ് KWJക്ക് തകർച്ച അപ്പോൾ വരുന്നത്. അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് കമൻറ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇത് സിനിമയിലെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കും, അതൊന്നും അവസാനിപ്പിക്കും. അവനവന് തോന്നിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഞാൻ അവർ കുറെ കൂടെ ഭംഗിയായിട്ട് ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതാണ് അവർ ചെയ്യേണ്ടത്. അതിൽ കവിഞ്ഞ വിവാദങ്ങളിൽ പോയി ചാടരുത്. നടീനടന്മാരുടെ ക്രിമിനൽ കേസുകൾ, പ്രൈവറ്റ് കേസുകൾ, കാശ് കൊടുത്തത്, ചെക്ക് മടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് നേരം ഉണ്ടാവുള്ളൂ. അതേ തുടർന്നുണ്ടാകുന്ന ഈ ബാഡ് ബ്ലഡ് താങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒന്നാമത് ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉള്ള കുഴപ്പം എന്താണെന്ന് പറയാം, ഇവർ ഹൈലി സെൻസിറ്റീവാണ്. ഇപ്പോൾ പാർവതി തെരുവോത്ത് അമ്മയിൽ നിന്ന് രാജിവെച്ചു. എന്താണെന്ന് പറയാമോ? ഇടവേള ബാബു ഒരു TV-യിലിരുന്ന് ഒരു കമൻറ്റ് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ കമൻറ്റ് ഇടവേള ബാബുവിൻ്റെ ഇൻ്റർവ്യൂ ആണ്. വൈകുന്നേരം ആയപ്പോൾ ആ ഇൻ്റർവ്യൂ ഫുൾ വന്നു കഴിഞ്ഞപ്പോൾ ഇടവേള ബാബു പറഞ്ഞതിൽ ഒരു തെറ്റും കാണുന്നില്ല. കട്ട് ചെയ്തത് പ്രശ്നമായി. കട്ട് ചെയ്ത് ഇവർ പ്രിവ്യൂ കാണിച്ചുകൊണ്ടിരുന്നു ഉച്ച മുതൽ. അത് കേട്ട് കലിതുള്ളിയിട്ട് ഇറങ്ങിപ്പോയി, രാജിവെച്ചു. ഇതാണ് പാർവതി തിരുവോത്തിൽ. പാർവതിക്ക് ഇപ്പോഴും പടമൊന്നുമില്ല. അല്ല, അത് വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഈ കലാകാരന്മാരും കലാകാരികളും എക്സ്ട്രാ സെൻസിറ്റീവാണ്. അത് സമൂഹവും മനസ്സിലാക്കണം. അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച ഉടനെ അവരെ തള്ളിക്കളയുക, അങ്ങനെ ചെയ്ത് അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്, വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കലാകാരന്മാരും കലാകാരിയുമായിട്ട് ഇരിക്കുന്നത്. അവരുടെയൊക്കെ സ്വഭാവം നോക്കും. പാർവതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് അത് മറക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് പിണങ്ങി ദേഷ്യം, ഇനി മേലല്ല ഞാനിവിടെ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തൂടെ. അല്ല, ഇപ്പോൾ പാർവതി തിരുവോത്തിന് അതിനുള്ള അവസരം കിട്ടി, പറ്റിയ അക്കിടി തിരുത്താനുള്ള ചാൻസ് വന്നു. അല്ല, അക്കിടി ആയിരുന്നില്ല. പാർവതി തിരുവോത്തിൻ്റെ ഔട്ട്റേജ് വാസ് ജെന്യുവൻ. ആ പ്രിവ്യൂ കണ്ടപ്പോൾ എനിക്ക് പോലും തോന്നി മഹാമോശമാണ്. വൈകുന്നേരം ഇത് ഫുള്ള് കണ്ടപ്പോഴാണ് അയ്യോ വെറുതെ ഇടവേള ബാബുവിനെ കുറ്റപ്പെടുത്തിയത് തോന്നി. അത് ആ ചാനൽ കാണിച്ച ചെറിയൊരു മിസ്റ്റീഫാണത്. അട്ടം വെച്ച ഡയലോഗും കട്ട് ചെയ്തിട്ട് അങ്ങനെ കയറിപ്പോട്ടെ, ആ എല്ലാവരും പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. എതിരാ കാണിച്ചു കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഈ അതുകൊണ്ട് ഞാൻ പാർവതി തിരുവോത്തിനെ കുറ്റം പറയില്ല. അപ്പോൾ ആരായാലും പൊട്ടിത്തെറിച്ചു പോകും ആ സമയത്ത്. ബട്ട് ദെൻ അത്ര പെട്ടെന്ന് അമ്മയിൽ ഇനി ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി മറ്റായിരുന്നു, ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. ആ സ്വഭാവം ഈ ശരിയല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ കലാകാരന്മാരും കലാകാരികളും അങ്ങനെയാണ്. നിസാര കാരണം എക്സ്ട്രാ സെൻസിറ്റീവാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് കലയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ദർ സെൻസറി പെർസെപ്ഷൻ വെരി ഹൈ ആണ്. വളരെ പെട്ടെന്ന് അവർ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കും. അതൊരല്പം സൂപ്പർലേറ്റീവിലേക്ക് പോകും. അപ്പോഴാണ് അത് നടനം ആകുന്നത്. നടിക്കുന്നതാണ് നടനം. ഒരല്പം അതിശയോക്തിയാണ് ഈ നാടകം എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്നത് ചെറിയൊരു അതിശയോക്തിയാണ്. ഇപ്പോൾ ഒരാളിൻ്റെ അമ്മ മരിച്ചു, അയാൾ വെറുതെ കല്ല് പോലെ നിൽക്കാം. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, ആരും ഇങ്ങനെ വലിയ അഭിനയമൊന്നും കാണിക്കില്ല. ബട്ട് കല്ല് പോലെ നിന്ന് കഴിഞ്ഞാൽ അത് അഭിനയമാകില്ല, നടനമാകില്ല. മുഖത്ത് ആ ഭാവം വരണം. ഈ ഭാവം വരുന്നത് ഇയാൾ ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. നമ്മൾ ഈ ഭാവം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇല്ലേ, ജഗദീഷ് ശ്രീകുമാർ പറയുന്നത് പശു ചാണകം ഇടാൻ പോകും, ഇതുപോലെ അപഹാസ്യരായിപ്പോയി. ദേ ഹാവ് ദാറ്റ് ക്വാളിറ്റി. ആ ക്വാളിറ്റിയുടെ ഒരു ഇതാണ് ഒരു നെഗറ്റീവ് വശമാണ് ഈ ഓവർ സെൻസിറ്റിവിറ്റി. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ അല്പം ചൂടനാണ് എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ വിചാരിച്ചാൽ മതി. അല്ലാതെ അതിൽ കളങ്കമൊന്നുമില്ല അവർക്ക്. അതുകൊണ്ട് അമ്മ ഒരു വെൽഫെയർ ക്ലബ്ബായിട്ട് ഭംഗിയായിട്ട് നടക്കട്ടെ. ഇടവേള ബാബു പാർവതി തിരുവോത്തിനെ ദ്രോഹിക്കുമെന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് പറ്റട്ടെ.